ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എക്കോവിലേഴ്സ് വേൾഡ് ബൈസിക്കിൾ എക്സ്പെഡിഷൻ. ഈ വീഡിയോയിൽ ഭൂട്ടാൻ മുതൽ നൽബാരി വരെയുള്ള 3 ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങളാണ്. ഞങ്ങളിപ്പോൾ ഭൂട്ടാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 12 മണിയായിട്ടുണ്ട് യാത്ര തുടങ്ങാൻ. രാവിലെ കുറേ നേരം കൂടി ഭൂട്ടാനിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് യാത്ര കുറച്ച് വൈകിപ്പിച്ചത്. ഇപ്പോൾ തിരിച്ച് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് വേണം ബോർഡറിലെത്താൻ. ഏകദേശം ബോർഡർ എത്താറായി. നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിൻ്റെ ഇരുവശവും അടിപൊളിയായിട്ട് വളരെ നീറ്റാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ്റെ ആ ബോർഡറിൻ്റെ അപ്പുറം ഇന്ത്യയാണ്. ആ ഇന്ത്യൻ്റെ സൈഡും ഭൂട്ടാൻ്റെ സൈഡും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഭൂട്ടാൻ വളരെ നീറ്റാണ്, ഇന്ത്യൻ്റെ സൈഡ് വളരെ ബാഡാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റിയാണത്. വളരെ നീറ്റായിട്ടാണ് ഭൂട്ടാൻ അവർ സൂക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാർക്ക് എന്താ അത് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരെ ബോർഡർ ഇപ്പോൾ കടന്ന് കഴിഞ്ഞ ഉടനെ ഉള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങളിതാ ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഭൂട്ടാനിലധികം തിരക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒരുപാട് വണ്ടികൾ, അത്യാവശ്യം വലിയൊരു ടൗണാണിത്. കുറേ മിലിറ്ററി വാഹനങ്ങൾ, ഒരുപാട് വണ്ടികൾ, ഒരുപാട് ആളുകൾ. അങ്ങനെ ഇന്ത്യൻ്റെ സൈഡ് നല്ല ലൈവാണ്. മറ്റടുത്ത് കുറച്ച് സൈലൻ്റാണ്, നല്ല ക്ലീനാണ്, കുറച്ച് സൈലൻ്റാണ്. റോഡിൽ വലിയ വലിയ കുണ്ടും കുഴിയുണ്ട്. അത് കാരണം ക്യാമറ നല്ലോണം ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോസിനൊന്നും ക്ലാരിറ്റി പോരാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കത് ശരിയാക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടുന്ന് നേരെ കാണുന്നത് ഞങ്ങൾ വന്ന വഴിയാണ്. പക്ഷേ നമുക്കിനി പോകാനുള്ളത് ആസാമിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡൈവേർഷൻ എടുത്തിട്ട് ഞങ്ങൾ ആസാമിലേക്ക് കയറാൻ പോവാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകളെല്ലാം കുറച്ച് റിസ്ക്കാണ്, ഡേഞ്ചറാണ്. കാരണം ഒരുപാട് കൊള്ളക്കാരും കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മളിനി കവർ ചെയ്യാനുള്ളത്. പിന്നെ ഒരുപാട് കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് യാത്ര. ഇതുവരെ ചെയ്ത യാത്രയൊന്നും വലിയൊരു യാത്രയായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് ശരിക്കും ഡേഞ്ചറായിട്ടുള്ള യാത്രകൾ. കാടുകളും കൊള്ളക്കാരും ഒക്കെയുള്ള യാത്രയാണ്. രാത്രി റൈഡ് ഒരിക്കലും ചെയ്യരുത്. ആരെങ്കിലും ഈ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും രാത്രി റൈഡ് ചെയ്യരുത്. പകൽ നിങ്ങൾ ചെയ്തോ, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടാവും, എന്നാലും ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഞാൻ എവിടെയും കാണാത്തൊരു പ്രത്യേകത ഞാൻ ആസാമിൽ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റോഡാണ്. റോഡിൽ അവർ റഫ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റൽ, ടാറിൻ്റെ ഇടയിൽ മെറ്റലിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ട് അതൊരു റോഡിൽ ഗ്രിപ്പ് കിട്ടാനാണെന്നാണ് തോന്നുന്നത്. ചില ഏരിയകളിൽ മാത്രമാണ് അതുള്ളൂ, ഫുള്ളായിട്ടില്ല. പക്ഷേ ആ ഒരു ടെക്നിക്ക് ഞാൻ ഏകദേശം 4000 കിലോമീറ്റർ ഞാനിപ്പോൾ റൈഡ് ചെയ്തു. എനിക്കിതുവരെ അങ്ങനെ ഒരു സംഭവം ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആസാമിലാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരു ഡിസൈൻ ആക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെ കുറേ ലൈൻസ് ആയിട്ട് മെറ്റലിൻ്റെ പീസുകളാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. റോഡ് നല്ല ഗ്രിപ്പുണ്ട്, റഫാണ്. അപ്പം അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. എന്തായാലും ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇതിന് ശേഷം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓൺലി ആസാമിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. നാട്ടിലെ കാട് പോലല്ല, അത്യാവശ്യം പേടിപ്പെടുത്തുന്ന ഭയങ്കര തിക്ക് ഫോറസ്റ്റാണത്. ചില ഏരിയകളൊക്കെ ഭയങ്കര അത്യാവശ്യം പേടി വരും. അതുപോലത്തെ ഫോറസ്റ്റുകളും ഈ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ ബോർഡുകൾ, ടൈഗർ ഉണ്ട്, ആനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. കുറച്ചൊന്ന് ഇരുടായി കഴിഞ്ഞാൽ ഭയങ്കര പേടിയാവും. അടുത്ത ദിവസം ഫ്രൈഡേ ആയിരുന്നു. അന്ന് ഓഫ് എടുത്തു. പിന്നെ ഒരു ദിവസം ഒന്ന് ശരിക്കും റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ശനിയാഴ്ച വീണ്ടും യാത്ര തുടങ്ങി. അത് ബൊംഗൈഗാവണിലേക്കാണ് യാത്ര പോയത്. അന്ന് ഫുൾ മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 5-6 മണിക്കൂർ കംപ്ലീറ്റ് മഴ. ഒന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നിനും പോലും പറ്റിയിട്ടില്ല. കാരണം ഫുൾ മഴ ആയത് കാരണം ഫോൺ പുറത്തെടുത്തിട്ടില്ല അന്ന്, റൈഡ് തുടങ്ങിയിട്ട് റൈഡ് തീരുന്നവരെ. അന്ന് ഞാൻ അവിടെ പോയി, എനിക്ക്
സൈക്കിളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. സൈക്കിളിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിളൊക്കെ റിപ്പയർ ചെയ്തു. അന്ന് രാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പിറ്റേന്ന് നമ്മൾ പോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അന്ന് ഒരുപാട് കാഴ്ചകൾ കിട്ടി കേട്ടോ. ഈ നൽബാറിക്ക് ബൊങ്കൈഗാവ് ടു നൽബാറിക്ക് പോകുന്ന വഴിക്ക് ഒരു 1-2 അടിപൊളി കാഴ്ചകൾ കിട്ടി. ഇത് മീൻ പിടിക്കുന്നൊരു കാഴ്ചയാണ്. അവർ മീൻ വലിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് മീൻ പിടിക്കുക എന്താണെന്ന് മനസ്സിലായില്ല. വലിയ മീനിനെയൊക്കെ എടുത്തിട്ട് അവർ ഒഴിവാക്കുന്നത് കാണുന്നു. ചെറിയ മീനിനെ അവർ പിടിക്കുന്നത് കാണുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അവർ എല്ലാവരും കൂടി അടുത്തേക്ക് വന്ന് ഒരുപാട് മീനുണ്ട്. ചെറിയ ഒരുപാട് മീനുണ്ട്. അതിൽ അവർ വലിയ മീനിനെ തെരഞ്ഞു പിടിച്ചിട്ട് പുറത്തേക്ക് ഇട്ടേക്കും. നല്ല വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അവർ കൈകൊണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് കൈകൊണ്ട് വലിയ മീനിനെ പിടിച്ചിട്ട് ജസ്റ്റ് പുറകിലേക്ക്. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് അവരുടെ ഫിഷിംഗ് ഒക്കെ കണ്ട് നല്ലോണം ആസ്വദിച്ചു അവരുടെ കൂടെ. പക്ഷേ എനിക്ക് ഇറങ്ങാൻ മടിയായിരുന്നു. കാരണം അവിടുത്തെ വെള്ളമൊക്കെ കണ്ടിട്ട് ഇറങ്ങാൻ തോന്നിയില്ല. നല്ല മീൻ അവർ വലിയ മീനിനെയൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതെന്താണെന്ന് മനസ്സിലായില്ല. അവർ മീനിനെ പിടിക്കുകയാണോ ഇനി ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് എന്തോ പരിപാടിയാണോ ഒന്നും അറിയില്ല. എന്തായാലും കുറേ നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ക്ഷീണമൊക്കെ മാറ്റി ഞാൻ വീണ്ടും റൈഡ് തുടങ്ങി. क्यों बड़ा नहीं चाहिए? बड़ा फिश नहीं चाहिए? क्यों? छोटा छोटा फिश नहीं? അവരോട് ഞാൻ ചോദിച്ചു ഇതെന്തിനാന്ന് ചോദിച്ചു. പക്ഷെ അവരുടെ ഭാഷയിൽ ഈ ആസാമി ഭാഷയിൽ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വലിയ മീനിനെയൊക്കെ അവർ പുറത്തേക്ക് എറിഞ്ഞ ആളാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ മീൻ പിടിക്കുന്ന ഇതാണ്. അതും ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. 3 കുട്ടികളാണ് ഇവിടെ മീൻ പിടിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിൻ്റെ ചെറിയൊരു മോഡൽ. നമ്മുടെ കൊച്ചിയിലൊക്കെ ഇതുപോലത്തെ വലിയതുണ്ടാവും. പക്ഷെ അതിൻ്റെ ചെറിയൊരു മോഡലാണിത്. അതിൽ കുട്ടികളാണ് മീൻ പിടിക്കുന്നത്. അവർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ എന്നാലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Five kilometers more to reach Nalbari. That will take around 15 minutes. 5 into 3. Our calculation is like that. ഓക്കെ, ഇന്നലെ നല്ല മഴയായിരുന്നു. ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഫുള്ള് ഒരു 5 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ നിർത്താതെ കണ്ടിന്യൂസ് മഴ കിട്ടി. അപ്പോൾ ഇന്നലെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ കുറച്ച് ബിസി ആയിപ്പോയി. എൻ്റെ സൈക്കിളിന് കുറച്ച് സൗണ്ട് വരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അതൊന്ന് റിപ്പയർ ചെയ്തു. കുറച്ച് ഡീസലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. സൈക്കിൾ കംപ്ലീറ്റ് ഊരി, ടയറൊക്കെ ഊരി മൊത്തം ക്ലീൻ ചെയ്തു. അങ്ങനെ ഇന്നലെ ഫുൾ ഡേ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി. അത് സമയം കിട്ടിയില്ല. ടുമോറോ ഐ വിൽ ചേഞ്ച് മൈ 2 ടയേഴ്സ്, മൈ പെഡൽ, then what? Some other works also. Lot of things to do. We have to travel 4,500 kilometers more. So cycle should be perfect. Should not be there any pending works. I will clear it tomorrow and we will start journey again, because we are going to climb, so it should be perfect. What happened? Somebody coming? Okay. Yeah, they are Rotarians, car and bullet. They came to receive us. We will follow. Now the speed is 28 kilometers per hour.
actually I'm tired. I can't take breakfast because here hotel is not hygienic. So I am afraid to eat food from hotel dhaba. അവരെയും ഫോളോ ചെയ്ത് അവരുടെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഹോട്ടലാണോ ഗസ്റ്റ് ഹൗസ് ആണോ ഒന്നും അറിയില്ല. അവരുടെ കൂടെ ഇങ്ങനെ അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Let's see. അപ്പോൾ ഇന്നത്തെ അറേഞ്ച്മെൻറ്റ് ഗസ്റ്റ് ഹൗസിലായിരുന്നു. അടിപൊളി ഗസ്റ്റ് ഹൗസാണ്. അവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അവിടെ മിനിസ്റ്റേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസാണ്. ആ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാവും, തോക്കൊക്കെ പിടിച്ച് സെക്യൂരിറ്റി ഫുൾ ടൈം ഉണ്ടാവും. കാരണം അവർ കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണത്. ആസാമിൻ്റെ ചില പ്രശ്നബാധിത പ്രദേശമാണത്. പക്ഷേ മിനിസ്റ്റേഴ്സ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫുൾ ടൈം സെക്യൂരിറ്റിയാണ്. അപ്പം ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന ഗസ്റ്റ് ഹൗസ്. സൈഡിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി തോക്കൊക്കെ കാണാൻ പറ്റും. നല്ല സേഫാണ് അവിടെ. അങ്ങനെ ഞങ്ങളവിടെ റൊട്ടേറിയൻസിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് പോയി. അവർ നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ റിസീവ് ചെയ്ത റൊട്ടേറിയൻസ് ആണ് നൽബാരിയിലുള്ള. അവിടെ കുക്ക് നമുക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാൽ കറി, റൈസ്, വെജിറ്റബിളൊക്കെ ആയിട്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് കിടന്നതാണ്. അപ്പോഴുണ്ട് പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട്. ഒരുപാട് വണ്ടികളും ബൂട്ടിൻ്റെ സൗണ്ടും ആളുകളുടെ സൗണ്ടും. അങ്ങനെ ഞാൻ മെല്ലെ ഡോറൊന്ന് തുറന്നു നോക്കി എന്താണ് പുറത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഒരുപാട് പോലീസുകാരും മിലിറ്ററീൻ്റെ ആൾക്കാരും തോക്കും. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. അള്ളാ ഇതാരാണ് വന്നതെന്ന് അറിയായിട്ട്. കാരണം ഞാനിതുവരെ കാണാത്ത ഓരോ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു ആരാ വന്നതെന്ന്. അങ്ങനെ അവർ പറഞ്ഞു മന്ത്രി വന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് ചന്ദ്രമോഹൻ പട്വാരി. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് കാണാൻ പറ്റുമോ, കാണാൻ വല്ല ചാൻസും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കമ്മീഷണറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കമ്മീഷണറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം മന്ത്രിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മന്ത്രിക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ അകത്ത് പോയി. ഏകദേശം അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളുടെ യാത്രയെക്കുറിച്ചും. അദ്ദേഹം മുമ്പ് കാലിക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെ ചായയൊക്കെ കുടിച്ചു. ഇദ്ദേഹമാണ് കമ്മീഷണർ. ഇദ്ദേഹമാണ് എനിക്ക് മന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കി തന്നത്. ഇപ്പോൾ എൻ്റെ ഫോളോവറാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ മീറ്റിങ്ങിന് പോയി. അവിടെ ഒരു ഗായിക വന്നിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് 2-3 പാട്ടൊക്കെ പാടിച്ചു. അങ്ങനെ മീറ്റിംഗൊക്കെ ഒന്ന് ഉഷാറാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഡിന്നർ കഴിച്ചു. തിരിച്ച് റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. Goodbye, the saddest words I'll ever hear. Goodbye, the last time I will hold you near. Someday we'll fade and fall and I will cry. It'll break my heart to hear you say goodbye. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഗുവാഹട്ടിയുടെ വിശേഷങ്ങൾ കാണാം. അതുവരേക്കും ബൈ ബൈ.